നമസ്കാരം. കൃതീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ള വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മോരുകറിയുടെ റെസിപ്പിയുമായിട്ടാണ്. മോരുകറി എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും, എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയിട്ട് വരാം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇവിടെ നല്ലവണ്ണം തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ കൂടി പോവരുത്. ഉലുവയൊന്ന് നന്നായിട്ട് തന്നെ പൊട്ടി വരട്ടെ. ഇനി നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് നന്നായിട്ട് തന്നെ പൊട്ടി വരട്ടെ. കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് 3 ഉണക്കമുളക് ചെറിയ പീസസ് ആക്കി മുറിച്ചൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് വെളുത്തുള്ളി, ചുമന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നിവയാണ്. ഇതെല്ലാം നുറുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 10 വെളുത്തുള്ളിയാണ്. ഇനി ഇതിനകത്തേക്ക് ഒപ്പം തന്നെ നമുക്കൊരു ചെറിയ പീസ് ഇഞ്ചി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് വഴന്നു വരുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 10 ചുമന്നുള്ളിയും 3 പച്ചമുളകുമാണ്. അതും കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. ഇതൊന്ന് വഴന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 1/2 കപ്പ് തേങ്ങയാണ് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ഒരു വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ചെറിയ ഉള്ളി മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ കറിയിലേക്ക് വേണ്ട അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ വഴറ്റാനിട്ടത് എന്തായെന്നൊന്ന് നോക്കാം. ഇതിപ്പോൾ ഒരുവിധമൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മുളക് പൊടിയുടെ അളവ് കൂടി പോകരുത് കേട്ടോ. നമുക്കൊരു റെഡിഷ് കളറിലുള്ള മോരുകറി അല്ല വേണ്ടത്. മോരുകറി എപ്പോഴും ഒരു യെല്ലോയിഷ് കളറിലാണല്ലോ കിട്ടേണ്ടത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തേക്കുവാണ്. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ജാറ് കഴുകി ലേശം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു അരപ്പ് നമുക്ക് നന്നായിട്ട് തന്നെ കുക്കായി കിട്ടണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സാവധാനം ഒന്ന് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഒരുവിധം കുക്കായൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 നുള്ള് കായമാണ് ചേർത്ത് കൊടുക്കുന്നത്. കായം കൂടെ ചേർത്തിട്ട് നമ്മൾ മോരുകറി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. കായം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി മൊരിയിച്ചെടുത്തിട്ടുണ്ട് അരപ്പ്. ഈ അരപ്പിൻ്റെ ഒരു പാകം നല്ലതാണെങ്കിൽ തന്നെ നമ്മുടെ മോരുകറിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് 1/2 ലിറ്റർ തൈര് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം പുളിയുള്ള മോരാണ് മോരുകറിക്ക് നല്ലത്. അപ്പോൾ മോര് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ മോര് കാച്ചിയെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോവും. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഇളക്കി നന്നായിട്ട് തന്നെ ഒന്ന് കാച്ചിയെടുക്കാം. നന്നായിട്ട് ചൂടാവാൻ മാത്രമാണ് പാടുള്ളൂ. മോര് തിളയ്ക്കാൻ പാടില്ല. മോര് പിരിഞ്ഞു പോവും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ജാറ് കഴുകി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുക്കണം. തിളച്ചു പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മോര് കാച്ചിയെടുക്കുമ്പോൾ ഇതുപോലെ കണ്ടിന്യൂസ്ലി നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ട് വേണം നമ്മൾ കാച്ചിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തന്നെ ചൂടായി വരട്ടെ. ഇതിപ്പോൾ നല്ലവണ്ണം തന്നെ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ചട്ടിയിലായതുകൊണ്ട് തന്നെ വല്ലാണ്ടൊന്ന് ചൂടാക്കി എടുക്കരുത്. കാരണം ചട്ടിയുടെ ചൂട് കാരണം കറി വീണ്ടും അവിടെ ഇരുന്ന് ചൂടായി പിരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചട്ടിയിലൊക്കെ മോര് കാച്ചുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം ചൂടാക്കി എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ചൂടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മോരുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു മോരുകറി ഉണ്ടെങ്കിൽ ഒരു പപ്പടവും കുറച്ച് അച്ചാറും ഉണ്ടെങ്കിൽ വയറ് നിറച്ചുണ്ണാം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ കായം ചേർത്തിട്ട്
മോരുകറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടപ്പുറത്തുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി കിട്ടിക്കൊണ്ടിരിക്കും. വീണ്ടും കാണാം മറ്റൊരു അടിപൊളി വീഡിയോയുമായി. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.